ചാനൽ ചർച്ചകളിൽ CPM-നെ പ്രതിനിധീകരിച്ചു വരുന്ന സഖാക്കൾ തേഞ്ഞൊട്ടുന്നത് സ്ഥിരം കാഴ്ചയായതുകൊണ്ട് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്നാൽ പച്ച നുണ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ അത് എങ്ങനെ തുറന്നു കാണിക്കാതിരിക്കാനാവും? കഴിഞ്ഞ ദിവസം മീഡിയ 1 ചാനലിൽ നടന്ന ചർച്ചയിൽ കെ ശൈലജ ടീച്ചർ 1 ലക്ഷം വോട്ടിന് വടകരയിൽ തോറ്റയാളാണ് എന്ന് കോൺഗ്രസ് പ്രതിനിധി ഓർമ്മിപ്പിച്ചപ്പോൾ അതിന് CPM-നെ പ്രതിനിധീകരിച്ച സഖാവ് PK ഗോപൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് 1 ലക്ഷം വോട്ടിന് തോറ്റുവെന്ന്. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീമതി ഇന്ദിരാഗാന്ധി 4 ലക്ഷം വോട്ടിനാണ് തോറ്റത്. 4 ലക്ഷം വോട്ടിന് തോറ്റ ആളിന്റെ പേരാ ഇന്ദിരാഗാന്ധി. നിങ്ങളൊന്നുമില്ലെങ്കിൽ ഷാഫി പറമ്പിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നല്ലോ. രാജ്യം അന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ മുമ്പിലാണ്, രാജ്നാരായണന്റെ മുമ്പിലാണ് ഇന്ദിരാഗാന്ധി തോറ്റത്. ശൈലജ ടീച്ചർ കേരളത്തിൽ അറിയപ്പെടുന്ന ഷാഫി പറമ്പിലിനോടാണ് 1 ലക്ഷം വോട്ടിന് തോറ്റത്. എന്നാൽ ഇന്ദിരാഗാന്ധി ആർക്കും അറിയാത്ത ഏതോ ഒരു രാജ്നാരായണനോട് 4 ലക്ഷം വോട്ടിന് തോറ്റയാളാണെന്നാണ് ഗോപൻ സഖാവ് അടിച്ചുവിടുന്നത്. സംഭവം കിടുക്കൻ മറുപടിയൊക്കെയാണ്, മാസാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 1977 തെരഞ്ഞെടുപ്പിലാണ് ഇന്ദിരാഗാന്ധി ആകെ ഒരു തവണ തോറ്റിട്ടുള്ളത്. അന്ന് രാജ്നാരായണൻ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചത് 55,202 വോട്ടുകൾക്കാണ്. അന്ന് ആ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്ത വോട്ട് തന്നെ 3,32,122 ഇതാണ് വസ്തുത എന്നിരിക്കെയാണ് ഗോപൻ സഖാവ് 4 ലക്ഷത്തിന് തോറ്റയാളുടെ പേരാണ് ഇന്ദിരാഗാന്ധി എന്ന മാസ് ഡയലോഗ് അടിക്കുന്നത്. ഇനി ഏതോ ഒരു രാജ്നാരായണനോട് തോറ്റു എന്നാണ് ഈ സഖാവ് പറയുന്നത്. അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ദിരാഗാന്ധിയെ തോൽപ്പിക്കുന്നതിന് മുൻപേ തന്നെ 2 തവണ രാജ്യസഭ MP-യുമായിരുന്ന ആളായിരുന്നു രാജ്നാരായണൻ. കുറഞ്ഞപക്ഷം ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചതിന്റെ പേരിൽ സഖാക്കൾ ആവേശത്തോടെ ഓർക്കുന്ന പേര് കൂടിയല്ലേ അത്? ഒരു കാര്യം കൂടി പറഞ്ഞാലേ ഇന്ദിരാഗാന്ധിയുടെ റായ്ബറേലിയിലെ ആ തോൽവിയുടെ കഥ പൂർണ്ണമാകൂ. 1977 55,000 വോട്ടിന് തോറ്റ മണ്ഡലം 1980 ഇന്ദിരാഗാന്ധി 1.25 ലക്ഷം വോട്ടിന് തിരിച്ചു പിടിക്കുക കൂടെ ചെയ്തിരുന്നു. അന്ന് ആകെയുള്ള 3,84,000 വോട്ടിൽ 2,23,000 ഇന്ദിരാഗാന്ധിയാണ് നേടിയത്. അല്ലെങ്കിലും ഗോപൻ സഖാവിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. സഖാക്കളുടെ ചരിത്രബോധവും കണക്കുകളും സത്യസന്ധതയും ഒക്കെ ഈ നിലവാരത്തിലുള്ളത് തന്നെയല്ലേ എന്നും ഒരു ഉളുപ്പുമില്ലാതെ പച്ച നുണ ആധികാരികതയോടെ വിളമ്പാൻ അവരെ കഴിഞ്ഞേ ആരുമുള്ളൂ എന്നും നമ്മൾ മലയാളികൾ എന്നേ മനസ്സിലാക്കിയതാണ്.